ഒരു തീരാ നോവ് എത്തിയിരിക്കുന്നു. ബിജുവിനെ സന്ധ്യയ്ക്ക് മകൾക്കും നഷ്ടമാകുന്ന സാഹചര്യം, അവരുടെ വീടും നഷ്ടമാകുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയൊരു ദുഃഖത്തിലേക്ക് ആ കുടുംബം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. വി.കെ. സ്റ്റാലിൻ നമുക്കൊപ്പം ഉണ്ട് എന്നാണ് തുടരുന്നത്. സ്റ്റാലിൻ നേരത്തെ നമ്മൾ കണ്ടിരുന്നു, അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ ആ വിള്ളലിൽ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് അവർ ആ വീഡിയോയിൽ തന്നെ അത് പ്രകടമാക്കുന്നുണ്ട്. വലിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടവും വീടിനുമൊക്കെ ആപത്താകുന്ന തരത്തിൽ, വെല്ലുവിളിയാകുന്ന തരത്തിൽ ഈ വിള്ളൽ മാറില്ലേ എന്നുള്ളതായിരുന്നു ആശങ്ക. അവരത്തരത്തിൽ അധികൃതരോടോ മറ്റോ പരാതിപ്പെട്ടതിന് ശേഷമാണോ ഈ കുടുംബത്തെ, അവിടെ ഉണ്ടായിരുന്ന 22 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് 2 ദിവസങ്ങളായിട്ട് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. ആ മഴയത്തെല്ലാം ചെറിയ തോതിലുള്ള മണ്ണ് ഇടിച്ചിൽ അവിടെ ഉണ്ടായി. ദേശീയപാതയുടെ നിർമ്മാണ മേഖലയിൽ മണ്ണിടിയുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളും കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്തെ ഈ മണ്ണിലെ വിള്ളലുകൾ കണ്ടെത്തിയത്. ആ കാര്യവും അവർ പുറമെ ആളുകളെ അറിയിച്ചിരുന്നു, അല്ല ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടെ കൂടിയാണ് ഈ കാര്യങ്ങൾ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ, പഞ്ചായത്തിന്റെ ഉള്ള അധികൃതർ അവിടെ എത്തുന്നതും ഈ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം അധികൃതർക്കും ഉണ്ടാവുന്നത്. അതേ തുടർന്നാണ് അടിയന്തരമായി അവിടെ നിന്ന് മാറ്റണമെന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ അവിടെ നിന്ന് 22 കുടുംബങ്ങളെ മാറ്റിയത്. അതിൽപ്പെട്ട ഒരു കുടുംബം, പ്രത്യേകിച്ചും ഈ ബിജുവും സന്ധ്യയും ഉൾപ്പെടുന്ന കുടുംബം അതോടൊപ്പം അവിടെ നിന്നും മാറി. പക്ഷേ എങ്കിൽ അവർ പോയത് ഈ സ്കൂളിലേക്കല്ല, അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് തന്നെ മാറി. താൽക്കാലികമായിട്ടുള്ള മാറ്റം എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിച്ചത്. ഒരു ദിവസത്തേക്ക് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു. അത് 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവരോടും അറിയിച്ചിരുന്നത്, അധികൃതർ പറഞ്ഞിരുന്നത് കുറെ ദിവസങ്ങളിലേക്കുള്ള ഒരു ക്യാമ്പ് എന്ന രീതിയിലല്ല, താൽക്കാലികമായി ഒന്ന് മാറി നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു. കാരണം ഇന്നലെ പകൽ പ്രദേശത്ത് മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു മഴ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ശരി, സ്റ്റാലിനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ആ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ കെ രാജൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ കെ രാജൻ. വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ അപകട വാർത്ത താങ്കൾ എപ്പോഴാണ് അറിയുന്നത്? ആരാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്? നമസ്കാരം. ഇന്നലെ ഉദ്ദേശം രാത്രി 9:00-ക്ക് ശേഷമാണ് ഈ നാടിനെ നടുക്കിയ വലിയ ഈ ദുരന്തം ഉണ്ടായത്. മുഴുവൻ വാർത്താ ചാനലുകളും അപ്പോൾ തന്നെ ഇത് പ്രക്ഷേപണം ചെയ്തിരുന്നു. അടിമാലി സ്വകാര്യ ചാനലാണ് ആദ്യം പ്രക്ഷേപണം നടത്തിയെങ്കിൽ പോലും ന്യൂസ് 18 പോലെയുള്ള ചാനലുകൾ ഏറ്റവും മുൻപന്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി പുറം ലോകത്തെ അറിയിച്ചത് രാത്രി 9:10 മണിക്ക് ശേഷമുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാഡം, ഈ കുടുംബത്തെ വ്യക്തിപരമായി അറിയാമായിരുന്നോ കെ രാജൻ? അറിയാം. വ്യക്തിപരമായിട്ട് വർഷങ്ങളായിട്ട് അവര് ഈ ബിജുവിന്റെ കുടുംബം അവിടെ താമസിച്ചിരുന്നത്. വർഷങ്ങളായിട്ട് തന്നെ അവിടെ താമസിക്കുന്നത്. അടിമാലിൽ നിന്നും മൂന്നാർ റൂട്ടിലേക്ക് 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കോളനി ഉള്ളത്. ഈ 22 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത്, കൃത്യസമയത്ത് ആ ഒരു നടപടി ചെയ്തത് എത്രത്തോളം വലിയ ദുരന്തമാണല്ലേ ഒഴിവാക്കിയത്? വലിയ ദുരന്തം. അത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ടി എസ് സിദ്ദിഖിന്റെ അനുയോജ്യമായ ഒരു ഇടപെടൽ കൂടിയാണ് ആ സംഭവത്തിന് തുടക്കം. അല്ലെങ്കിൽ 22 കുടുംബങ്ങൾക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലേക്കല്ല വലിയ ഈ ദുരന്തം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം, അത് നേരത്തെ തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ അടക്കം ചൂണ്ടിക്കാണിച്ചതാണ്. ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ അവരുടെ ആശങ്കകളോ പരാതികളോ ഒന്നും മുഖവിലേക്കെടുക്കാതെയാണ് അവിടെ പ്രവർത്തികൾ വീണ്ടും തുടർന്നത്, അല്ലേ? സത്യമായിട്ടും അത് തന്നെ. കാരണം ഈ ദേശീയപാതയുടെ നിർമ്മാണം തുടക്കം മുതലേ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് ഞങ്ങളടക്കം പലവട്ടം ചാനലിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ, പൊതുപ്രവർത്തകർക്ക് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ നിർമ്മാണ പ്രവൃത്തിയിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി അവർ നിർത്തിവെക്കാനോ മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ മണ്ണെടുപ്പ് ആണ് അവിടെ ഒരു പ്രശ്നമായി നിന്നത്, അല്ലെ? യഥാർത്ഥത്തിൽ എന്താണ് ആ പ്രദേശത്തെ ഒരു അപകട സാധ്യത എന്ന് പറയുന്നത്, ഭീഷണി എന്ന് പറയുന്നത്? നിലവിൽ ഇപ്പൊ നമുക്കും അറിയാം, ഇപ്പൊ ന്യൂസ് 18 പോലുള്ള ചാനലുകൾ ഏറ്റവും മുൻപിൽ നിന്ന് തന്നെ അത് പ്രക്ഷേപണം നടത്തിയതാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ 6 മൈൽ മുതൽ നേര്യമംഗലം മുതൽ ഈ ഇവിടെ ആനവരട്ടി ഭാഗത്തുള്ളത് ഏറ്റവും കൂടുതൽ സൈഡിൽ കൂടി വലിയ മൺതിട്ടും
വലിയ മരങ്ങളുമുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. പ്രത്യേകിച്ച് വാളറ ഉൾപ്രദേശം 12 കിലോമീറ്റർ ഉൾപ്രദേശം റോഡിന്റെ ഏറ്റവും സൈഡിൽ വൻ മരങ്ങളാണുള്ളത്. ഇപ്പോ അടിമാലിൽ കൂമ്പുംപാറ ഉണ്ട സംഭവം ബന്ധപ്പെട്ട് സമാനമായ സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആവർത്തി ബന്ധപ്പെട്ടെടുത്ത് പറഞ്ഞത്. കാരണം ഈ വാളറ ഭാഗത്ത് ഏറ്റവും വലിയ വൻ മരങ്ങളാണ് ഉള്ളത്. ആ സൈഡിൽ വൻ മരങ്ങൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ ഈ കുമ്പംപാറ ഉണ്ടായ സംഭവത്തിന് സമാനമായ സംഭവം അവിടെ ഉണ്ടാകും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ പല ആവർത്തി ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഗവൺമെന്റോ അല്ലെങ്കിൽ നാഷണൽ അതോറിറ്റിയോ ബന്ധപ്പെട്ട ആളുകളൊന്നും ഇതിനകത്ത് ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടില്ല മാഡം. അതെ അതെ, താങ്കളുടെ വീടും ഈ സമീപ പ്രദേശത്ത് തന്നെയാണോ? അതെ 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 അതെ, ഒത്തിരി ദൂരമില്ലാത്തതാണ് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരുപക്ഷെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും വലിയ ആശങ്കയിലാകും അല്ലേ? പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്നലെ ആ സമയത്ത് മഴയുണ്ടായിരുന്നെങ്കിൽ ആ വലിയ ആ മല ഇടിഞ്ഞു വന്നത് ആ സ്ഥലം മൊത്തം ഊഴ്ന്നിറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമായിരുന്നു. വലിയ ദുരന്തമാണ്. നമുക്ക് ഈ മഴ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരന്തം ഈ പ്രദേശവും ഈ നാടും നമുക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ കാണാൻ പറ്റുമായിരുന്നു. അതെ, നമുക്കറിയാം ഈ തുലാവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായ മഴ ഇടുക്കിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ആ കഴിഞ്ഞ ആഴ്ചകളിലെ ഒരു സാഹചര്യമല്ല ഇക്കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരുന്നത് എന്നത് തന്നെ വലിയ ആശ്വാസമായി അല്ലേ? വലിയ ആശ്വാസം. എന്താണിപ്പോൾ പ്രദേശവാസികളൊക്കെ പറയുന്നത്? അവരെന്തായാലും സ്വാഭാവികമായും ഈ ഒരു വലിയ ദുരന്തം കണ്ട് അതിന്റെ ആ ഒരു ഞെട്ടലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കുമല്ലോ. അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കേണ്ടതുണ്ട്. എന്താണ് അവർ പങ്കുവെക്കുന്ന ഒരു ആശങ്ക ഈ ഘട്ടത്തിൽ? ഈ ഇതിനകത്ത് വളരെ കഷ്ടപ്പാട്, അതായത് സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയാണ് അത്. അവർ അന്നന്ന് ജോലി എടുത്ത് കഴിയുന്ന ഒരു കുടുംബങ്ങളാണ് നിലവിലാണ് ഉള്ളത്. ഇപ്പൊ നിലവിൽ അവിടെ 22 കുടുംബങ്ങളിൽ പോലും ഇനി അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം അത്രമാത്രം ദുരന്ത മേഖലയും അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഏരിയ ആയത് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ ഏറ്റവും ഉണ്ണി എന്നൊരു മാങ്കുളത്ത് താമസിക്കുന്ന ഉണ്ണി എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്, നിലവിൽ അവിടെ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അവിടെ മുഴുവൻ കുടുംബങ്ങളെയും മറ്റു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള അടിയന്തരമായ ഇടപെടലുകളാണ് സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് നമുക്ക് പൊതുവായി നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ശ്രീരാജൻ, ഇവിടെ ഇപ്പോൾ എത്ര വീടുകൾ പൂർണ്ണമായും നിലം പൊത്തിയിട്ടുണ്ട്? ഇപ്പൊ 6 വീടുകൾ മുകളിൽ ഇപ്പൊ മണ്ണിന്റെ അടിയിലാണ്. 6 വീടുകൾ മൊത്തം 22 വീട്ടിൽ 6 വീട് മൊത്തം മണ്ണിന്റെ അടിയിലാണ്. ഈ കുടുംബങ്ങളെല്ലാം ക്യാമ്പിലായിരുന്നോ ഉണ്ടായിരുന്നത്? അത് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ ക്യാമ്പിലേക്ക് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സിദ്ദീഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റിയിരുന്നു. അപ്പൊ നിലവിലുള്ള റെക്കോർഡുകളും ഭക്ഷണ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവർ വീട്ടിൽ വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ദുരന്തം ഉണ്ടാവുന്നത്. ഈ ബിജുവും സന്ധ്യയും ക്യാമ്പിലായിരുന്നോ ഉണ്ടായിരുന്നത്? ക്യാമ്പിൽ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അപ്പോൾ അവരെന്തിനാണ് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് വന്നത്? ഈ സമയത്ത് എന്തോ രേഖകൾ എടുക്കാൻ വേണ്ടിയാണ് അവർ വീട്ടിലേക്ക് വന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മറ്റു ഭക്ഷണവും സൗകര്യവും ഒക്കെ എല്ലാവർക്കും ക്യാമ്പിൽ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. അപ്പോൾ ഈ ക്യാമ്പിലുള്ള മറ്റ് ആളുകൾക്കൊന്നും ഇവർ ഈ വീട്ടിലേക്ക് വന്നത് അറിവുണ്ടായിരുന്നില്ലേ? അത് ഈ മരിച്ച ബിജുവിന്റെ ഭാര്യ സന്ധ്യയുടെ അനുജത്തിയാണ് ഈ പുറംലോകത്ത് അറിയിക്കുന്നത്. ഇങ്ങനെ സന്ധ്യ രേഖകൾ എടുക്കാനായിട്ട് വീട്ടിലേക്ക് പോയിട്ടുള്ള വിവരം അറിയുന്നത്. അങ്ങനെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത്. ഇവര് വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിന്റെ മുകളിലേക്ക് മണ്ണു എന്ന് വീണ സംഭവം ഈ പുറംലോകം അറിയിക്കുന്നത് ഈ സന്ധ്യയുടെ അനുജത്തിയാണ്.